ഇത്രേ ഇണങ്ങിയ ഒരു കല്യാണക്കാര്യം ഇനി പ്രസന്നയ്ക്ക് കിട്ടാൻ പോണില്ല. അവളിപ്പോ 3ാമത്തെ പ്രാവശ്യമല്ലേ പ്രീ ഡിഗ്രിക്ക് തോക്കണത്. പ്രായമായ പെമ്പിള്ളേർക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ലെന്ന് കണ്ട ഉടനെ കെട്ടിച്ചു വിട്ടേക്കുക. ഞാൻ പറഞ്ഞതിന്റെ ധ്വനി ചേച്ചിക്ക് മനസ്സിലായോ? എനിക്കെല്ലാം മനസ്സിലായടാ. പക്ഷെ 25,000 രൂപ 25 പവന്റെ ആഭരണവും കൊടുക്കണമെന്നല്ലേ നീ പറയുന്നത്? അത് കുറച്ച് കൂടുതലാ. മനസ്സിലായില്ല? ചേച്ചിക്ക് മനസ്സിലായിട്ടില്ല? അത് തന്നെ. അല്ലാതെ പിന്നെന്താ? നീ ഒന്നേ പറയട്ടെ. ദേ, KSRTC ജോലിയുള്ളൊരു പയ്യനാണെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ കാശ് അവന് കിട്ടും. പിന്നെ എന്റെ പെങ്ങടെ മോളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിസ്കൗണ്ട് കിട്ടിയത്. ഈ ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേ? പ്രാരാബ്ദങ്ങളൊന്നും ഇല്ലാത്തൊരു വീടാ. നമ്മളെ പെണ്ണിനെ അങ്ങോട്ട് അയച്ചാ അവര് പൊന്നു പോലെ നോക്കിക്കോളും. എന്ത് കൂ? ഏതായാലും മക്കളോട് ഞാനൊന്ന് ആലോചിക്കട്ടെ. കൊടുക്കാമെന്ന് പറഞ്ഞ പൊന്നും പണം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിശ്ചയിച്ച കല്യാണം മാറിപ്പോകുന്നതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ? അതുകൊണ്ട് കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും ശരി നമുക്ക് ഈ കല്യാണം നടത്തണം. കല്യാണം എന്നൊക്കെ പറയുന്നതേ ഒരു യോഗമാ. അത് ഞാൻ എന്റെ മരുമക്കളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ലല്ലോ. 25,000 രൂപ 25 പവനുമാണ് പ്രസന്നയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 10 പവൻ ഒരു കൊല്ലം കഴിഞ്ഞു കൊടുത്താൽ മതി എന്ന് അവരേറ്റിട്ടുണ്ട്. കല്യാണ ചെലവ് 25,000 രൂപയും പ്രശാന്തും പ്രദീപും കൂടെ ഉണ്ടാക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി 15 പവൻ കൂടി വേണം. അതിൽ 3 പവന്റെ സ്വർണം അവിടെ ദേഹത്ത് തന്നെ ഉണ്ട്. ഇതാ ഈ മാലയും വളയും കൂടെ 4-4.5 പവനുണ്ട്. ഇത് വിൽക്കുകയോ മാറ്റിയെടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ന് വിദ്യമോളെ, നിന്റെ അടുത്തുള്ള 10 പവനിൽ 8 പവനെങ്കിലും നീ പ്രസന്നയ്ക്ക് കൊടുക്കണം. ആഭരണങ്ങൾ കാശുണ്ടാവുമ്പോ ഇനിയും വാങ്ങാമല്ലോ. അമ്മയ്ക്ക് 2 മരുമക്കളുണ്ടല്ലോ. ഒരു തരി സ്വർണം ഞാൻ തരികയല്ല. എന്റെ അച്ഛൻ എനിക്ക് സ്വർണം തന്നതേ പ്രസന്നയെ കെട്ടിച്ചയക്കാനല്ല. ഞാൻ തരുന്നോണ്ട് മാത്രം തികയില്ലല്ലോ. വനജ കൂടി വിചാരിച്ചാൽ അതിനോറെ പുളിക്കും. ഞാൻ വെറും കഴുത്തോടു കൂടി നടക്കണമെന്നായിരിക്കും. അതിന് എന്നെ കിട്ടില്ല. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലെ സ്വർണ്ണം വിട്ട് ശീലിച്ച കുട്ടിയല്ലേ. പ്രസന്നയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ ആഭരണങ്ങളും കൂടെ വേണം. നിനക്ക് തരാൻ മനസ്സുണ്ടാകുമെന്ന് എനിക്കറിയാം. ശാന്തേട്ടന്റെ കൈ നൂറ്റാവുന്നതിന്റെ മാക്സിമം ഊറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പൊ വിദ്യാർത്ഥിയുടെ കയ്യിലെ സ്വർണം മുഴുവൻ കൈക്കലാക്കാൻ വേണ്ടി എന്റെ അമ്മ സ്വന്തം മാല ഒരു മകളുടെ കല്യാണത്തിന് കൊടുക്കുന്ന ത്യാഗോജ്ജലമായ സെന്റിമെന്റൽ സീൻ കാണാൻ എന്ത് രസമായിരിക്കുന്നു. നനയുന്നിടം മാത്രം കുഴിക്കുന്ന ഈ കുബുദ്ധി നല്ലതല്ലമ്മേ. ശാന്തേട്ടാ, തന്റെ ഇഷ്ടം പോലെ അമ്മ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചപ്പോഴേ തോന്നി ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശം കാണുമെന്ന്. ഏതായാലും ഞാൻ കാരണം പ്രസന്നയുടെ കല്യാണം മുടങ്ങണ്ട. സ്വർണത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുതാണല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ എന്റെ അച്ഛൻ എനിക്ക് ഈ സ്വർണം തന്നത്. ഇന്നലെ വരെ ഈ വീട്ടിൽ ഈ സ്വർണത്തിന് ഒരു വിലയില്ലായിരുന്നു. എന്റെ അച്ഛന്റെ പ്രയത്നം സ്വന്തം മക്കൾക്ക് ഉപകരിച്ചില്ലെങ്കിലും ഈ വീട്ടിലെ ഒരു കുട്ടിക്ക് മംഗല്യ ഭാഗ്യം ഉണ്ടായല്ലോ. എന്റെ അച്ഛന്റെ ആത്മാവിന് പുണ്യം കിട്ടും. അമ്മയ്ക്കിപ്പോ മനസ്സിലായല്ലോ, മക്കള് 2 ലക്ഷമോ 4 ലക്ഷമോ സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ലെന്ന്. പെട്ടിയിലിരിക്കുന്ന അട്ടിക്കണക്കിന് നോട്ടുകളേക്കാൾ ആവശ്യത്തിന് ഉപകരിക്കുന്ന നാണയങ്ങൾക്കാണ് അമ്മ വില. വന്നു കയറുന്ന പെണ്ണിന് സ്ത്രീധനം കൂടുതൽ വേണമെന്ന് വാശി പിടിക്കുമ്പോ അമ്മയ്ക്കൊരു മോളുണ്ടെന്നുള്ള കാര്യം അമ്മ മറന്നുപോയി. പ്രസന്നെ, നീ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ തരുന്ന ഈ സ്വർണം കൊണ്ട് നിനക്കൊരു ജീവിതം ഉണ്ടാവുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇത് ശാന്തേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലിമാലയാണ്. ഇത് പോയാലും ശാന്തേട്ടന്റെ പെങ്ങളുടെ കഴുത്തിലൊരു താലി ഉണ്ടാവും. അമ്മേ, ഇതിലും ഭേദം എല്ലാവരുടെ വേഷം കഴിച്ചാൽ ചാവുന്നായിരുന്നു. ആര് പറഞ്ഞു വേണ്ടാന്ന്? നിന്റെ നാക്ക് എവിടെ പോയടാ? ഇറങ്ങിപ്പോയോ? നിന്റെ മുമ്പിൽ നിന്നല്ലേ അവൾ ഇത്രയും പ്രസംഗിച്ചിട്ട് പോയത്? അതമ്മയ്ക്ക് കുറച്ചിലായി പോയെങ്കിൽ ആ സ്വർണ്ണം ഇങ്ങ് തിരിച്ചു തന്നേക്ക്. എന്നിട്ട് 2 ലക്ഷക്കാരനോട് മേടിച്ചോ.
അവര് കല്യാണം നടത്തിയ വിദ്യേച്ചിയുടെ ആഭരണങ്ങളെല്ലാം എടുത്തിട്ടാന്ന് തോന്നുന്നു. കാതിൽ കമ്മല് പോലും ഇല്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ, എന്തേലും ദുഷ്ടലാക്കോടുകൂടി ആയിരിക്കും ആ തള്ള ചേച്ചി വിളിപ്പിച്ചെന്ന്. അവരെ പറയുന്ന എന്തിനാ? ആ തള്ള ചോദിച്ചപ്പോ എല്ലാം ഊരി കൊടുത്ത വിദ്യ വേണം പറയാൻ. ശാന്ത, എടാ, നീ വിദ്യ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ട് 2 മാസമല്ലേ ആയുള്ളൂ? അതെ. അവക്കേ ഇത് മാസം 4. പല്ലവന്റെ കൊച്ചിനെ വളർത്തേണ്ട ഗതികേടൊന്നും നിനക്കില്ലടാ. അമ്മേ, അത് പിന്നെ അമ്മ കണക്കൂട്ടി വിഷമിക്കണ്ട, ശാന്തേട്ടൻ അറിയാം. എവർക്കെന്താ പ്ലേറ്റ് വെക്കാത്തത്? പ്ലേറ്റ് വെച്ച് ചോറിടറി. ചോറും കറികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആവശ്യക്കാർക്ക് എടുത്ത് കഴിക്കാം. ഇന്നലെ വരെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്നെന്താ ഒരു പുതുമ? ഇന്നു മുതൽ ഇങ്ങനെ. ഞാൻ ഇവിടെ ആരുടെയും ബാല്യക്കാരിയൊന്നുമല്ല. എനിക്ക് എന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നീ മത്സരിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക. മര്യാദയ്ക്ക് അവർക്ക് ചോറ് വിളമ്പിടി. പ്രദീപിന് ചോറ് കൊടുക്കാൻ മനസ്സില്ലേ ഇവിടെ? അമ്മ വെറുതെ എന്നോട് വഴക്കൂടണ്ട. എന്നെ കൊണ്ട് ചോറ് വിളമ്പിക്കാൻ മാത്രം വളർന്നോ കൊച്ചമ്മ? വിദ്യാർത്ഥി പറഞ്ഞാൽ ശരിയാ. വെക്കാനും വിളമ്പാനും ഇഷ്ടമല്ലാത്തവര് കഴിക്കാനും നിൽക്കരുത്. നീ പോടാ പട്ടി. അയ്യേ, അച്ഛന്റെ പേരിങ്ങനെ പരസ്യമായിട്ട് വിളിക്കാമോ? പ്രസാദേ, അവളെ പറഞ്ഞാലേ അവനെ ഇഷ്ടപ്പെടത്തില്ല. രാത്രിയിൽ ചേട്ടന്റെ ഭാര്യ ഉച്ചമയക്കത്തിന് അനുജന്റെ കാമുകയല്ലേ അവള്. എന്താ നീ പറഞ്ഞത്? ഒന്ന് തെളിച്ചു പറ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ അമ്മ കൊതിയുന്നുണയും പറയാൻ അയൽവക്കം നിരങ്ങാൻ പോവും. ഞാനാണെങ്കിൽ കഥ അടച്ച് മുറിയിലും. പിന്നെ ഇവിടെ ആരും പേടിക്കണ്ടല്ലോ. വയറ്റി കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് ആർക്കറിയാം? അവളുടെ ഒരു പതിവ്രത ചമയില് കാണിച്ചു തരാം നിന്നെ. എന്തൊക്കെയാണ് ഈശ്വര ഇവിടെ നടക്കുന്നത്? കുടുംബം മുടിഞ്ഞു പോവാൻ ഇനി വല്ലതും വേണോ? നിന്നുടെ കാര്യം വഹിച്ചു വസിക്ക നീ ഏവം അരുൾ ചെയ്തു നിൽക്കും ദശാന്തരേ, നിന്നുടെ കാര്യം. എന്താ? അമ്മയോട് ഇനി ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി എന്തോന്ന് പറയാനാ? വനചേട്ടത്തി പറഞ്ഞിട്ട് പോയത് അമ്മയും കേട്ടല്ലോ. അതിൽ ഇത്രയെങ്കിലും സത്യം ഉണ്ടെന്ന്. എടാ, സത്യം ഉണ്ടേലും ഇല്ലേലും കുടുംബത്തിന് പേരുദോഷം കേൾപ്പിച്ചല്ലോടാ നീ. എടാ, പെറ്റതള്ളയും ചേട്ടന്മാരും പറയുന്നത് കേൾക്കാതെ അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും വിളിച്ചു കൂവാനും ആയിരുന്നല്ലോ നിനക്ക് ഉത്സാഹം. നീ ഇതൊക്കെ എന്തിനു വേണ്ടിയാ ചെയ്തതെന്ന് എനിക്കിപ്പം മനസ്സിലായടാ. അമ്മേ, നീ എന്നോട് ഇനി ഒന്നും പറയണ്ട. ആരോ തട്ടുന്നുണ്ട്. ആരോ നോക്കിയേ. എന്താ? നിങ്ങളെ ഭാര്യ ഒന്ന് വിളിച്ചേ. ഇപ്പൊ പറ്റില്ല. വിളിക്കാനാ പറഞ്ഞത്. വനജേ, പ്രസാദ് വിളിക്കുന്നു. അവൻ വിളിക്കുമ്പോ ഓടിച്ചെല്ലാൻ അവനാരാ? പോകാൻ പറ അവനോട്. പിന്നെ അങ്ങനെ പോകാനെന്നല്ല ഞാൻ വന്നത്. എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാം. നീ പിന്നെ മഴക്കൊണ്ടാൻ വന്നിരിക്കുകയാണല്ലേ? അമ്മ ഇടപെടുന്നു. പൊക്കി അവിടുന്ന്. അയ്യോ, ദീപേട്ടാ, മര്യാദയ്ക്ക് അവർ ഇറക്കി വിട്. ഇവനെയൊക്കെ ആരാ പേടിക്കുന്നേ? പ്രദീപ് പോയി വാതിലടയ്ക്ക്. നീ എന്താ കണ്ടെന്ന് പറ. എന്താണ് ഇവിടെ ബഹളം? എടാ, വിടടാ. എടാ, കണ്ടെന്ന് പറയാൻ നിന്നെ പ്രസാദേ, അവളെ കേൾക്കണം. അവളെ വിടടാ. എടാ, അവളെ വിടടാ. ഓടിക്കോ. അങ്ങനെ പോകാൻ നോക്കണ്ട. നീ പറഞ്ഞൊക്കെ കള്ളമാണെന്ന് തെളിയിക്കാതെ നിന്നെ അവിടെ നിന്ന് വിടില്ല.